CPIMന്റെ ബി ടീം അല്ല എന്ന് ബിനോയ് വിശ്വം. ആ കിനാവാരും കാണേണ്ടതില്ല. CPI വ്യക്തിത്വം പണയപ്പെടുത്തില്ല. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് വിമർശനങ്ങൾ. CPIയുടെ യൂട്യൂബ് ചാനലായ കനലിൽ ആണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. എല്ലാ വിമർശനങ്ങളും CPIക്ക് അറിയാം. LDFനെ LDF ആക്കാൻ വേണ്ടിയാണ്, ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കാൻ വേണ്ടിയാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതിനർത്ഥം ഒരു നിമിഷം പോലും CPIയുടെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും PTയുമായി മാറുമെന്നല്ല. ആ കിനാവൊന്നും ആരും കാണേണ്ടതില്ല. GST തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2024-25 സാമ്പത്തിക വർഷം 1100 കോടിയുടെ ട്രാൻസാക്ഷൻ നടത്തി. ഈ ഇനത്തിൽ 200 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമായി. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ട്. തട്ടിപ്പ് വിവരം അറിയിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും VD സതീശൻ പറഞ്ഞു. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 5.5% തുടരാൻ പണനയ സമിതി യോഗം തീരുമാനിച്ചു. വായ്പകൾ എടുത്തവർക്ക് പലിശ ഭാരം കൂടില്ലെന്ന് ആശ്വസിക്കാം. വിലക്കയറ്റവും പണപ്പെരുപ്പ നിരക്കുമെല്ലാം പലിശ കുറയ്ക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കി എങ്കിലും GST പരിഷ്കരണം എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് സാമ്പത്തിക നിരീക്ഷകർ. അമേരിക്ക ഏർപ്പെടുത്തിയ പിഴത്തീരുവ പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. അടുത്ത പണനയ സമിതി യോഗം ഡിസംബറിൽ ചേരും. വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി 15 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വില 1795.5 രൂപയായി. കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ 1754 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. 16 രൂപയുടെ വർധനമാണുള്ളത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സെപ്റ്റംബർ 1 വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കുറഞ്ഞിരുന്നു. സിലിണ്ടറിന് 50 രൂപ 50 പൈസയാണ് കുറഞ്ഞത്.